ഒരു സമരം നടത്താനുണ്ട്. വാളെടുത്തുള്ള സമരമല്ല, വാളെടുത്തുള്ള സമരമല്ല, തോക്ക് പിടിച്ചിട്ടുള്ള സമരമല്ല, അക്രമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമരമല്ല. അള്ളാഹുവിന്റെ പേരിലുള്ള, അള്ളാഹുവിന്റെ ദീനിലുള്ള വല്ലാത്തൊരു ജിഹാദ് നടത്താനുണ്ട്. ജിഹാദ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ആവേശത്തോടെ മറ്റേതെങ്കിലും തലങ്ങളെ നമ്മൾ ചിന്തിച്ചു പോകരുത്. അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാ, തുഅ്മിനൂന ബില്ലാഹ്. ഏതാണ് ആ കച്ചവടമെന്നറിയുവോ? തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലികും വഅൻഫുസികും ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. അല്ലാഹു തആല പറയുകയാ, തുഅ്മിനൂന ബില്ലാഹ്, നിങ്ങൾ അല്ലാഹനെ കൊണ്ട് വിശ്വസിക്കണം കേട്ടോ. റസൂലിഹി, അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ടും വിശ്വസിക്കണം. പോരാ, വതുജാഹിദൂന ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ജിഹാദ് നടത്തണം, ജിഹാദ് നടത്തണം. എങ്ങനെയാണെന്നറിയോ ജിഹാദ്? എങ്ങനെയാണെന്നറിയോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ജിഹാദ്? എങ്ങനെയാണ് പൊന്നുമോളെ ജിഹാദ്? നീ ഒന്ന് പഠിച്ചോ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ബിഅംവാലികും, നിങ്ങളുടെ മുതൽ കൊണ്ട് നിങ്ങൾ ജിഹാദ് നടത്തണം. അല്ലാഹു സംരക്ഷണം, അല്ലാഹു തആല സംവിധാനിച്ചു തന്നിട്ടുള്ള സാമ്പത്തിക ശേഷിയുണ്ടല്ലോ, സാമ്പത്തികമായ ശേഷിയുണ്ടല്ലോ, സാമ്പത്തികമായ ഉന്നമനമുണ്ടല്ലോ, സാമ്പത്തികമായ സ്രോതസ്സുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി നമ്മൾ ചെലവഴിച്ചു കൊള്ളണം. പോരാ, വഅൻഫുസികും, നിങ്ങളുടെ ശരീരം കൊണ്ട് നിങ്ങൾ ജിഹാദ് നടത്തണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിക്കുന്ന ജിഹാദ് ഏതാ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹബീബായ പ്രവാചകൻ പുങ്കവർ മുഹമ്മദ് മുസ്തഫ ഒരുമിച്ച് മദീനയുമായിട്ട് സദസ്സൊന്ന് കണക്ട് ചെയ്യുന്ന നിലയ്ക്ക് ഉറച്ചൊന്ന് സ്വലാത്ത് ചൊല്ലിയ നമ്മുടെ സദസ്സിന്റെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുമാറാണ്. പ്രിയപ്പെട്ടവരിങ്ങനെ കേട്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ടല്ല ഉറച്ചെല്ലാം പറഞ്ഞത്. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അടുക്കം പറയാനുള്ളതല്ല, പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഉറച്ചു തന്നെ ചെയ്യണം. നബവി റളിയല്ലാഹു അൻഹു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഹദീസുമായി ഈ ആയത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് ചിന്തിക്കാനുള്ള ഒരു പരാമർശമാണ്. ഹബീബായ നബി തങ്ങൾ അതാ യുദ്ധത്തിൽ നിന്നും മടങ്ങി വരുന്ന സഹാബത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് പറയുകയാ, മുഖത്ത് നോക്കി പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, നമുക്ക് ഏറ്റവും വലിയ ഒരു ജിഹാദ് നടത്താനുണ്ട്. കരുത്തുള്ള യുവാക്കളാ, കരുത്തുള്ള യുവാക്കളാ, കായിക ശേഷിയുള്ള യുവാക്കളാ, പോരാട്ടത്തിന് എപ്പോ വിളിച്ചാലും പുറപ്പെടുന്ന യുവാക്കളാ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഏറ്റവും വലിയൊരു ജിഹാദ് നടത്താനുണ്ട് മക്കളെ, നടത്താനുണ്ട്. എങ്ങനെയാണ് സഹാബികൾ വരുന്നതെന്നറിയുമോ? പലരുടെയും ശരീരം വിച്ഛേദിക്കപ്പെട്ടു പോയിട്ടുണ്ട്. രക്തം മരിച്ചുകൊണ്ട് അവർ വരുന്നത്. പല കുറ്റാളികളും സ്വർഗത്തിലേക്ക് പ്രയാണം നടത്തിയിട്ടുണ്ട്. പല സഹോദരിമാരും വിധവകളായി മാറിയിട്ടുണ്ട്. പല കുഞ്ഞുങ്ങളും യതീമുകളായി മാറിയിട്ടുണ്ട്. അങ്ങനെ രണഭൂമിയിൽ അലരാടി ജീവന് വേണ്ടിയിട്ട് ജീവനുമായി പോരാട്ടം നടത്തിയിട്ടുള്ള, യുദ്ധഭൂമിയിലേക്ക് പ്രയാസങ്ങൾ ഏറ്റുവാങ്ങി കടന്നു വന്ന ആ യുവാക്കളോട്, യുവത്വത്തിന്റെ പ്രസരിപ്പുകളായ സ്വഹാബികളോട് അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ പറയുകയാ, അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ പറയുകയാ, നമുക്ക് വലിയ ഒരു ജിഹാദ് നടത്താനുണ്ട് കൂട്ടരെ, വലിയ ഒരു ജിഹാദ് നടത്താനുണ്ട്. ഈ കണ്ടതൊരു ചെറിയ ജിഹാദാ. വളരെ അത്ഭുതത്തോടെ സഹാബികൾ ഹബീബായ നബി തങ്ങളുടെ മുഖത്ത് നോക്കുകയാ. അല്ലാഹുവിന്റെ റസൂലേ, ഇത്രയും വലിയ ത്യാഗം സഹിച്ചു വന്ന ഞങ്ങള്, ഇത്രയും വലിയ പ്രയാസം സഹിച്ചു വന്ന ഞങ്ങള്, ഇതിനെക്കാളും വലിയ ജിഹാദ് ഏതാ നബിയേ? ഇതിനെക്കാളും വലിയ പോരാട്ടം പോർക്കവനേതാ പ്രവാചകരെയെന്ന് അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകനോട് സ്വഹാബികൾ ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, എന്റെ പ്രിയപ്പെട്ടവരെ, ഹൃദയത്തിൽ അല്ലാഹു തന്നിട്ടുള്ള കാതുകൾ കൊണ്ടൊന്ന് കേൾക്കണേ. ഒരു കാതിലൂടെ കേട്ടു മറുകാതിലൂടെ കൊഴിഞ്ഞു പോകുന്ന ഒരു വർത്തമാനവും കേൾവിയുമാകരുത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഹബീബായ നബി തങ്ങൾ പറഞ്ഞ ജിഹാദ് എന്താണെന്നറിയുവോ? തിന്മയ്ക്കെതിരെ സ്വന്തം ശരീരത്തിന്റെ പോരാട്ടമുണ്ടല്ലോ, തിന്മയ്ക്കെതിരെ സ്വന്തം ശരീരത്തിന്റെ പിന്മാറ്റമുണ്ടല്ലോ, തിന്മയ്ക്കെതിരെ സ്വന്തം ശരീരം നടത്തുന്ന പടയോട്ടമുണ്ടല്ലോ. അതാണ് ഏറ്റവും വലിയ ജിഹാദ്. മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ എന്റെ യുവതികളെ, യുവാക്കളെ, തിന്മകളുടെ കൂട്ടാളികളായിട്ട് കണക്ക് കൂട്ടി വെച്ചിട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിന്റെ നിലവാരത്തെ ഒന്ന് പൊടിതട്ടിയെടുക്കണേ. അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ ഒരു പോരാട്ടത്തെ കുറിച്ച് പറയുന്നുണ്ട് യുവാക്കളോട്, യുവതികളോട്. അതേ പോരാട്ടമായ പൊന്നുമോനെ, നീ കലാലയത്തിൽ പഠിക്കാൻ പോയിരുന്നാലും നിന്റെ ശരീരത്തിനോട് ജിഹാദ് ചെയ്തിട്ടല്ലാതെ നിനക്ക് വിജയിക്കാൻ പറ്റൂല. നീ യാത്ര ചെയ്താലും ശരീരത്തിനോട് ജിഹാദ് ചെയ്തിട്ടല്ലാതെ വിജയിക്കാൻ പറ്റൂല. നീ ബിസിനസ് നടത്തിയാലും ശരീരത്തോട് പോരാട്ടം നടത്തിയിട്ടല്ലാതെ വിജയിക്കാൻ പറ്റൂല. നീ ഏതൊക്കെ തലങ്ങളുമായി ബന്ധപ്പെട്ടാലും ഏറ്റവും വലിയ പോരാട്ടം നടത്തുന്നത് സ്വന്തം ശരീരത്തോടാ. ഹബീബേ ഖുദാ മുഹമ്മദ് മുസ്തഫ. ഏതാണ് ആ പോരാട്ടം? പിശാചൊരു തിന്മയിലേക്ക് ക്ഷണിക്കുമ്പോൾ ഇത് തിന്മയാണല്ലോ, പടച്ചവനെ എനിക്ക് പൊയ്ക്കൂടാ എന്ന സ്വന്തം ശരീരത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്നൊരു വിളിയാളം വന്നുകൊണ്ട് ആ തിന്മയുടെ മുമ്പിൽ ഒരൽപ്പം പോലും പകച്ചു നിൽക്കാതെ പിന്മാറ്റത്തിലേക്ക് പിന്നോട്ടുള്ള പ്രയാണം നടത്തണം. അവിടെയാണ് ഒരു മനുഷ്യന്റെ ജിഹാദ് വിജയിക്കുന്നത്.